ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സിനിമാറ്റിക് നോവലായ റാം കെയർ ഓഫ് ആനന്ദിയുടെ 16ാമത്തെ ഭാഗമാണ്. ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം ഒന്ന് കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. 32. ലിറ്റിൽ ഇറ്റലിയുടെ മുൻവശത്തെ പാർക്കിംഗ് ഷെഡിൽ നിന്നുകൊണ്ട് ആനന്ദി റോഡിലേക്ക് നോക്കി. മഴ അപ്പോഴും തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് മിന്നലടിക്കുകയും ചെയ്തു. അവൾ ഫോണിൽ സംസാരിച്ചതിന് ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഹോട്ടലിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിപ്പോരുമ്പോൾ റാമും രേഷ്മയും വെട്രിയും പിന്നാലെ നടന്ന് എത്ര ചോദിച്ചിട്ടും അവൾ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. പക്ഷേ ഗിണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് ആനന്ദിക്ക് കോൾ വന്നതെന്ന് അവളുടെ സംസാരത്തിൽ നിന്നും അവർക്ക് പിടികിട്ടിയിരുന്നു. പാർക്കിംഗ് ഷെഡിൽ അവർ 3 പേരും ആനന്ദിയെയും ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. അല്പനേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ നിരാശ നിറഞ്ഞ മുഖത്തോടെ ആനന്ദി അവരിലേക്ക് തിരിഞ്ഞു. 1.5 വർഷങ്ങൾക്ക് മുൻപ് തിരുപ്പൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പോരുമ്പോൾ എന്നെങ്കിലും ഇങ്ങനെയൊരു സന്ദർഭമുണ്ടാകുമെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. ഈ നാട്ടിലെത്തിയാൽ ആരുമായും കൂടുതൽ അടുപ്പം വയ്ക്കരുതെന്ന് തീരുമാനിച്ചതും അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ആ തീരുമാനങ്ങൾക്ക് വിപരീതമായി ആദ്യം പാട്ടിയും പിന്നീട് നിങ്ങൾ 3 പേരും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നെത്തി. പലവട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമുക്കിടയിൽ ഒരകൽച്ച വരുത്തുവാൻ വേണ്ടി പാട്ടിയുടെ വീട്ടിൽ നിന്നും മറ്റൊരിടത്തേക്ക് താമസം മാറിയാലോ എന്ന്. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നിങ്ങൾ എൻ്റെ ജീവിതവുമായി കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. പിന്നീട് പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും കാരണത്താൽ നിങ്ങളോടൊക്കെ യാത്ര പോലും പറയാതെ ഒളിച്ചോടി പോകേണ്ടി വരുമോ എന്നൊരു ഭയം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ പലതവണ നിങ്ങളോടൊക്കെ ഞാൻ എൻ്റെ കഥ പറയാൻ തുടങ്ങിയതുമാണ്. പക്ഷേ നിങ്ങൾ ഒരാൾക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ എന്ന ഭയത്താൽ ഞാൻ എൻ്റെ വായ മൂടിക്കെട്ടി. ഒടുവിൽ മറ്റൊരു തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. അങ്ങനെ ഒരു സന്ദർഭമുണ്ടായി. പെട്ടെന്ന് ചെന്നൈ വിടേണ്ടി വന്നാൽ ഞാൻ ആരായിരുന്നു, എന്തായിരുന്നു എന്ന ചോദ്യചിഹ്നം നിങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കുവാൻ പാടില്ല. അതുകൊണ്ട് അല്പം മുൻപ് ഞാൻ പറഞ്ഞ എൻ്റെ പൂർവ്വകാല കഥകൾ ഉൾപ്പെടെ ഇനി ഞാൻ പറയാൻ ആഗ്രഹിച്ച ബാക്കി കാര്യങ്ങൾ അത്രയും ഒരു ഡയറിയിൽ എഴുതി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പാട്ടിയുടെ പത്മിനി കാറിനുള്ളിലായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആ വീട്ടിൽ അതിലും സുരക്ഷിതമായ ഒരിടമില്ലെന്ന് എനിക്ക് തോന്നി. അല്പം മുൻപ് പാട്ടിയെ വിളിച്ചപ്പോൾ അവരോട് അതിരിക്കുന്ന സ്ഥലവും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ പാട്ടിയും എൻ്റെ കഥകൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവണം. ഇവിടെ നിന്നും നിങ്ങൾ വീട്ടിലേക്ക് തിരികെ പോയതിനു ശേഷം എന്നെക്കുറിച്ച് ബാക്കി അറിയാനുള്ള കാര്യങ്ങൾ കൂടി ആ ഡയറിയിൽ നിന്നും വായിച്ചറിയണം. അത് കഴിഞ്ഞാലുടൻ അത് നശിപ്പിച്ചു കളയുകയും ചെയ്യണം. ഇല്ലെങ്കിൽ സമാധാനപരമായി ജീവിക്കുന്ന പലരുടെയും ജീവിതത്തെ അത് ബാധിച്ചേക്കും. ആകെ മുരടിച്ചു പോയ എൻ്റെ മനസ്സിൽ വീണ്ടും സ്നേഹം കുത്തി നിറച്ചതും ജീവിതം വീണ്ടും നിറമുള്ളതാക്കിയതും നിങ്ങളൊക്കെയാണ്. നിങ്ങൾ 3 പേരെയും പാട്ടിയെയും എനിക്ക് ജീവനുള്ള കാലമത്രയും മറക്കാൻ കഴിയില്ല. ഇനി ഒരു പക്ഷേ ഇതൊക്കെ പറയുവാൻ ഒരു അവസരമുണ്ടായില്ലെങ്കിലോ? അപ്പോൾ ശരി, ഞാൻ ആ SIയുടെ അടുത്തേക്ക് പോവുകയാണ്. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ അവർ 3 പേരും ഒരുപോലെ ഞെട്ടിപ്പോയി. അത് ശ്രദ്ധിക്കാതെ ആനന്ദി ഫോണെടുത്ത് SI ഫാറൂഖിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ആദ്യത്തെ ബെല്ലിൽ തന്നെ അയാൾ കോളെടുത്തു. ഹലോ ആനന്ദി മാഡം, എന്താണ് പറയൂ, അയാൾ പരിഹാസത്തോടെ സംസാരിച്ചു. സർ, താങ്കൾ വെച്ച ഓഫർ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ എങ്ങോട്ട് വരണം? വൗ, സൂപ്പർ ബേബി, വളരെ നല്ല തീരുമാനം, ഐ ലൈക്ക് ഇറ്റ്. ഞാൻ എങ്ങോട്ടാണ് വരേണ്ടത് സർ? ആനന്ദി വീണ്ടും ചോദിച്ചു. ആഹാ, എന്നേക്കാൾ ധൃതി നിനക്കാണല്ലോ. അതും ഐ ലൈക്ക് ഇറ്റ്. ഗിണ്ടിയിൽ കത്തിപ്പാറ ബ്രിഡ്ജിൻ്റെ എൻഡിൽ റൈറ്റ് സൈഡിലായി ഒരു പഴയ ഗോഡൗണുണ്ട്. അവിടെയാകുമ്പോൾ വേറെ ആരുടെയും ശല്യം ഉണ്ടാവില്ല, നമ്മൾ മാത്രം. നീ അവിടേക്ക് വാ. സ്ഥലം അറിയില്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ വന്ന് കൂട്ടാം. വേണ്ട സാർ, ആ ഗോഡൗൺ എനിക്കറിയാം. ഇപ്പോൾ സമയം 11 മണിയായില്ലേ? എനിക്ക് അങ്ങോട്ടെത്താൻ അരമണിക്കൂർ മതിയാവും. സർ, സമയം കണക്കാക്കി അങ്ങോട്ടേക്ക് പോര്, അവൾ പറഞ്ഞു. ഗുഡ് ഗേൾ. പിന്നെ പറ്റിയാൽ നീ വരുമ്പോൾ സാരി എടുത്ത് വാ. മോഡേൺ ഡ്രസ്സൊന്നും എനിക്കിഷ്ടമല്ല. ഒരു വഷളൻ ചിരിയോടെ അയാൾ അത് പറഞ്ഞപ്പോൾ ആനന്ദി കോൾ കട്ടാക്കി. നീ ഇതെന്തിനുള്ള പുറപ്പെടാ? ആ കോൾ കട്ടായതും റാം ദേഷ്യത്തോടെ ചോദിച്ചു. ഞാനിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഈ വിഷയം എന്നെ മാത്രമല്ല പാട്ടിയെയും നിങ്ങളെയും ഉൾപ്പെടെ ഞാനുമായി ബന്ധപ്പെട്ട പലരെയും ബാധിക്കും, അവൾ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു. ആനന്ദി, സുധാക്കിയെ വിളിച്ചാൽ അവരുടെ സഹായത്തോടെ നിനക്കിവിടെ നിന്നും അനായാസം രക്ഷപ്പെട്ടു പൊയ്ക്കൂടെ? രേഷ്മ ഉപായം പറഞ്ഞു കൊടുക്കും പോലെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് സാധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ രേഷ്മേ, ഇപ്പോഴത്തെ സ്ഥിതിയിൽ പോലീസുകാരുടെ മുന്നിൽ നിന്നും എനിക്കങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷമാകാൻ സാധിക്കില്ല. അതുമല്ല, ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ ഇനിയുള്ള എൻ്റെ കാര്യങ്ങളൊന്നും സുധാക്കിയോ അവരുമായി ബന്ധപ്പെട്ട ആളുകളോ ഒട്ടും അറിയുവാനും പാടില്ല. അറിഞ്ഞാൽ എൻ്റെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടുകൾ വെറുതെയാവും. ആനന്ദി പറഞ്ഞത് കേട്ടപ്പോൾ അവർ 3 പേരും ഒരുപോലെ അത്ഭുതപ്പെട്ടു.
അവരൊന്നും അറിയാതെ നീ എന്തായി ചെയ്യാൻ പോകുന്നത്? വെട്രി ആകാംക്ഷയോടെ ചോദിച്ചു. നിങ്ങളുടെ ഡയറി വായിക്കുമ്പോഴേക്കും എല്ലാത്തിൻ്റെയും ഉത്തരം ലഭിക്കും വെട്രി. എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്, അവൾ അവനെ നോക്കി പറഞ്ഞു. ആനന്ദി, നീ എന്തായാലും ഒരു പ്ലാനുമില്ലാതെ ആ പോലീസുകാരൻ്റെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കാനല്ല അവിടേക്ക് പോകുന്നതെന്നറിയാം. പക്ഷേ ആ പോലീസ് സ്റ്റേഷനെ പറ്റി നിനക്ക് അറിയാത്തത് കൊണ്ടാണ് മല്ലിയെയും ഇതേ സ്റ്റേഷനിലെ പോലീസുകാരെ പിടിച്ചുകൊണ്ടു പോയതും ഉപദ്രവിച്ചതുമെല്ലാം. അവളിപ്പോഴില്ല, റാം പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ റാം, ഇപ്പോൾ തന്നെ ഞാൻ വൈകി. നിങ്ങൾ പാർട്ടിയുടെ അടുത്തേക്ക് പോകുന്നതാണ് നല്ലത്. റാമിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടന്നിരുന്ന ലൂണയുടെ താക്കോൽ ആനന്ദി കരസ്ഥമാക്കി. ആനന്ദി പ്ലീസ്. പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് തിരിയാൻ തുടങ്ങിയ അവളുടെ കയ്യിൽ റാം ബലമായി പിടിച്ചു. ഒരു നിമിഷം അവൾ അവൻ്റെ കണ്ണിലേക്ക് മാറി മാറി നോക്കി. റാമിൻ്റെ കണ്ണുകളിൽ നിന്നും തന്നെ വിട്ടുപോകരുത് എന്നൊരു ദയനീയ ഭാവം ആനന്ദി തിരിച്ചറിഞ്ഞു. അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൾ അവൻ്റെ കൈ തൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ട് ലൂണയുടെ അടുത്തേക്ക് നടന്നുപോയി. ആനന്ദി വണ്ടിയെടുത്ത് മഴയിലേക്ക് ഇറങ്ങുമ്പോൾ റാമിൻ്റെയും വെട്രിയുടെയും രേഷ്മയുടെയും ഹൃദയമിടിപ്പ് ഒരുപോലെ വർദ്ധിച്ചു. 2. മഴയിലും ഇടിമിന്നലിലും കരണ്ട് പോയെങ്കിലും ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് പാട്ടി ആനന്ദിയുടെ ഡയറി വായിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് കണ്ണുകൾ നിറഞ്ഞപ്പോൾ മാത്രമാണ് അവർ വായന ഒന്ന് നിർത്തിയത്. ആനന്ദി കടന്നു വന്ന ഓരോ കനൽ വഴികളും അവരുടെ കൺമുന്നിലൂടെ കടന്നു പോകും പോലെ പാട്ടിക്ക് തോന്നി. ആ കാര്യങ്ങളൊക്കെ തന്നോട് അവൾ നേരിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ താൻ കരഞ്ഞ് പാതിയിൽ അവളെ കൊണ്ട് സംസാരം നിർത്തിച്ചേനെ എന്നവർ ചിന്തിച്ചു. കണ്ണുകൾ ഒന്ന് അമർത്തി തുടച്ചിട്ട് കണ്ണാടി തിരികെ എടുത്തു വച്ച ശേഷം അവർ വായന തുടർന്നു. തിരുപ്പൂരിൽ വെച്ച് സുധാക്കയുടെ നിർബന്ധപ്രകാരം ഞാൻ തുണിമില്ലിൽ ജോലിക്ക് പോകുന്നത് നിർത്തിയിട്ട് അവിടെ തന്നെയുള്ള ഒരു സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുവാനായി ചേർന്നു. അവിടെ വച്ചായിരുന്നു യാതൊരുവിധ ലക്ഷ്യവുമില്ലാതെ ഒച്ചിഴിയും പോലെ നീങ്ങിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചത്. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ നേരത്ത് ഇൻ്റർനെറ്റിൽ ഓരോന്നും നോക്കുന്നതിനിടയിൽ ശ്രീലങ്കൻ യുദ്ധത്തെക്കുറിച്ച് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ഓൺലൈൻ ആർട്ടിക്കിൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആർട്ടിക്കിളിൽ അയാളുടെ അനുഭവങ്ങൾക്കൊപ്പം യുദ്ധസമയത്തെടുത്ത ഒരുപാട് ചിത്രങ്ങളും ഉണ്ടായിരുന്നു. 8 വർഷം മുൻപുള്ള യുദ്ധകാലത്തെ ഓരോ ചിത്രങ്ങളും എന്നെ വീണ്ടും വീണ്ടും ശ്രീലങ്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പീഡകൾ അനുഭവിക്കുന്ന നിസ്സഹായരുടെ മുഖങ്ങൾ ഓരോ മൗസ് ക്ലിക്കിലും എൻ്റെ കൺമുമ്പിലൂടെ തെന്നിമാറി. പക്ഷേ ആ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചിത്രത്തിൽ മാത്രം എൻ്റെ കണ്ണുടക്കി നിന്നു. വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ അതിൻ്റെ അടിക്കുറിപ്പ് ഞാൻ വായിച്ചു. യുദ്ധസമയത്ത് ബോട്ടിൽ രക്ഷപ്പെടുന്നവർ. ബോട്ടിൽ ഭയന്ന മുഖവുമായി ഇരിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂട്ടത്തിൽ എൻ്റെ അനുജൻ രാജയെ ഞാൻ കണ്ടു. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരുന്ന് ഏങ്ങലടിച്ച് ഞാൻ കരഞ്ഞു. ആ നിമിഷത്തിൽ അത് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നതിൽ എനിക്ക് എപ്പോഴും തിട്ടമില്ല. എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ എൻ്റെ കുഞ്ഞനുജൻ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടില്ലെന്ന സത്യം എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വെച്ച് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്തയായിരുന്നു. എങ്കിലും ആ വിവരം തൽക്കാലം ഞാൻ ആരോടും പറഞ്ഞില്ല. ആർട്ടിക്കിളിൽ പറയുന്ന ഫോട്ടോഗ്രാഫറുടെ പേര് അമർദാസ് എന്നായിരുന്നു. അയാളുമായി ബന്ധപ്പെടാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. കാരണം ആർട്ടിക്കിളിൽ പറയുന്നത് വെച്ച് ആ ഫോട്ടോഗ്രാഫറും യുദ്ധസമയത്ത് ഒരു ബോട്ടിൽ കയറി രക്ഷപ്പെട്ട ഒരുവനായിരുന്നു. രാജ ഉൾപ്പെടെ ബോട്ടിലെ ഫോട്ടോകൾ അയാൾ ബോട്ടിൽ തന്നെ ഇട്ട് എടുത്തവയായിരുന്നതിനാൽ അവരെല്ലാം ഒന്നിച്ചായിരിക്കണം കടൽ കടന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ ഊഹിച്ചു. ഒടുവിൽ ഓൺലൈൻ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ച തീയതിയൊക്കെ വെച്ച് ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ച ഓൺലൈൻ മാധ്യമത്തിനെ ഫോൺ മുഖേന ഞാൻ ബന്ധപ്പെട്ടു. അയാളുടെ ഫോൺ നമ്പർ ഒന്നും അവരുടെ പക്കലുണ്ടായിരുന്നില്ല. പക്ഷേ അയാളുടെ ഇമെയിൽ ID എനിക്കവർ പറഞ്ഞു തന്നു. ഒടുവിൽ മറ്റാരെയും ആശ്രയിക്കാതെ കള്ളപ്പേരിൽ ഞാനൊരു ഇമെയിൽ ID ആരംഭിച്ചു. ശേഷം അയാളുടെ മെയിൽ IDയിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ എന്നെക്കുറിച്ചും രാജയെക്കുറിച്ചും കാര്യമായി തന്നെ പറയുകയും പിന്നെ അയാളെടുത്ത ആ ഫോട്ടോയിൽ രാജയെ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റേതായിരുന്നു. ഓരോ ദിവസവും കമ്പ്യൂട്ടർ ക്ലാസ്സിൽ വന്നാലുടൻ ഞാൻ എൻ്റെ വ്യാജ മെയിൽ ID പരിശോധിച്ചു കൊണ്ടിരുന്നു. അമർദാസ് എന്തെങ്കിലും മറുപടി നൽകാനായി ക്ലാസ്സിലേക്ക് വരും മുൻപ് എല്ലാ ദിവസവും ഞാൻ കോവിലിൽ പോയി കരഞ്ഞും പ്രാർത്ഥിച്ചു. ഒടുവിൽ പ്രതീക്ഷകൾ അവസാനിച്ചു തുടങ്ങിയപ്പോൾ മറ്റു വഴികൾ നോക്കുവാനായി സുധാക്കയോട് ഒരു വട്ടം രാജയുടെ കാര്യം സംസാരിച്ചു തുടങ്ങിയതും കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ അക്ക എന്നോട് ക്ഷോഭിച്ചു. ഞാനിപ്പോഴും തിരിച്ചു വരാത്ത അനുജന് വേണ്ടി ജീവിതം നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ദേഷ്യപ്പെട്ടു. അതോടെ ആ ഒരു പ്രതീക്ഷയും അവസാനിച്ചു. എങ്കിലും ഒരിക്കൽ ഞാൻ ആർട്ടിക്കിൾ കണ്ട ഫോട്ടോയിൽ രാജയെപ്പോലെ ഒരു കുട്ടിയുണ്ടെന്ന് അക്കയോട് പറഞ്ഞു. യുദ്ധസമയത്ത് ഇന്ത്യയിലേക്ക് ബോട്ടിൽ രക്ഷപ്പെട്ടു വന്നവരുടെ മുഴുവൻ വിവരവും തൻ്റെ കയ്യിലുണ്ടെന്നും അത് രാജയല്ല, എല്ലാം എൻ്റെ തോന്നൽ മാത്രമാണെന്നും പറഞ്ഞ് അവർ എന്നെ സമാധാനിപ്പിച്ചു. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. എങ്കിലും എല്ലാ ദിവസവും ഇമെയിൽ ID ഞാൻ പരിശോധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കൃത്യം 24 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമർദാസിൽ നിന്നും എനിക്കൊരു മറുപടി വന്നു. രാജ എന്നൊരു ബാലൻ അവർക്കൊപ്പം ബോട്ടിലുണ്ടായിരുന്നുവെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. അവർ സഞ്ചരിച്ച ആ ബോട്ട് പോയത് ഇന്ത്യയിലേക്കായിരുന്നില്ല. ദിവസങ്ങളോളം കടലിലൂടെ സഞ്ചരിച്ച ആ ബോട്ട് പോയത് ഓസ്ട്രേലിയയിലേക്കായിരുന്നു.
ആ രാജ്യത്തിൻ്റെ തന്നെ ഭാഗമായ ക്രിസ്മസ് ദ്വീപിലേക്ക് എത്തിയതിനു ശേഷം എല്ലാവരും പോലീസിന് കീഴടങ്ങിയെന്നും പിന്നീട് പലരെയും പല അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറ്റിയതിനാൽ ഒപ്പം വന്നവരെ പറ്റി വിവരങ്ങളൊന്നും അറിയില്ലെന്നും അയാൾ പറഞ്ഞു. ബോട്ട് യാത്രയിൽ മറ്റു കുട്ടികൾ ഉറങ്ങുമ്പോൾ രാത്രിയിൽ ഉറങ്ങാതെയിരുന്ന് നക്ഷത്രങ്ങളെ നോക്കി ശബ്ദമുണ്ടാക്കാതെ കരയുന്ന ആ ബാലനെ താൻ ഇന്നും ഓർക്കുന്നുവെന്ന് അയാൾ പറഞ്ഞു. ഓസ്ട്രേലിയയിൽ കുടിയേറ്റ നിയമപ്രകാരം അങ്ങനെ വരുന്നവരെ 3 മാസം സെല്ലിൽ പാർപ്പിച്ചതിനു ശേഷം റിലീസ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ അങ്ങനെ റിലീസായാൽ ഒരു 6 വയസ്സുകാരൻ അതുപോലൊരു രാജ്യത്ത് എങ്ങോട്ടേക്ക് പോകാനാണ്? അത്രയും അറിഞ്ഞതുകൂടി പിന്നീടുള്ള എൻ്റെ രാത്രികൾ ഉറക്കമില്ലാത്തതായി മാറി. പോകെ പോകെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് ദുർബലമാക്കാതെ രാജയെ കണ്ടെത്താനായി എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഓസ്ട്രേലിയയിൽ അവനെ തേടിപ്പോകാൻ ആരാണുള്ളത്? ഒടുവിൽ മറ്റു മാർഗങ്ങളില്ലാതെ ആ ഫോട്ടോഗ്രാഫറോട് രാജയെപ്പറ്റി അന്വേഷിക്കാൻ ഞാൻ അഭ്യർത്ഥിച്ചുവെങ്കിലും യുദ്ധസമയത്ത് കുടുംബവുമായി ഓസ്ട്രേലിയയിൽ എത്തിപ്പെട്ട അയാൾ ജീവിതം തള്ളി നീക്കാൻ കഷ്ടപ്പെടുന്ന ഒരുവനായിരുന്നു. എങ്കിലും എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി കുടിയേറ്റക്കാരുടെ ഷെൽട്ടർ ഹോമുകളിൽ അയാളൊരു അന്വേഷണം നടത്തി നോക്കി. പക്ഷേ അവിടെയെങ്ങും അവനുണ്ടായിരുന്നില്ല. ഒടുവിൽ അയാൾ തന്നെയാണ് മറ്റൊരു മാർഗം എനിക്ക് പറഞ്ഞു തന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും രഹസ്യമായി ബോട്ടുകളിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ആളുകളെ കടത്താറുണ്ടത്രേ. പക്ഷേ അതൊരു പരീക്ഷണം മാത്രമാണ്. 1.5 മാസത്തോളം നീളുന്ന ആ കടൽ യാത്രയിൽ എന്തും സംഭവിക്കാം. ഓരോ രാജ്യത്തേക്ക് പോകുന്നതിനും വ്യത്യസ്തമായ തുകയാണ് ബോട്ടുകാർക്ക് കൊടുക്കേണ്ടത്. എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ അയാൾ അങ്ങനെയുള്ളവരുമായി ബന്ധപ്പെടാം എന്നറിയിച്ചു. അഥവാ അവിടേക്ക് വന്നെത്തിയാൽ രാജയെ കണ്ടെത്താനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാമെന്നും അയാൾ പറഞ്ഞു. സ്വന്തമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ എനിക്ക് ഈ ലോകത്തിൽ എൻ്റെ അനുജൻ മാത്രമാണ് അവശേഷിക്കുന്നത്. ജീവനോടെ ഒരിടത്തുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാനവനെ തേടിപ്പോയില്ലെങ്കിൽ വേറെ ആരെ തേടിപ്പോകാനാണ്? ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെടുന്ന ബോട്ടിനെ പറ്റി അന്വേഷിക്കാൻ ഫോട്ടോഗ്രാഫർ അമൃതദാസിനെ ഞാൻ ചട്ടം കെട്ടി. രാജയുടെ കാര്യത്തിലുള്ള മനോഭാവം അറിയുന്നതിനാൽ ആ വിവരങ്ങൾ ഒന്നും തന്നെ സുധാക്കയെ അറിയിച്ചതുമില്ല. അഥവാ അറിയിച്ചാൽ തന്നെ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുവാൻ അവർ എന്നെ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും ഓസ്ട്രേലിയയിൽ അക്കയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്ന് ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ചു. ഇല്ല എന്നറിഞ്ഞപ്പോൾ ഞാനെടുത്ത തീരുമാനമാണ് ശരിയെന്ന് എനിക്ക് തോന്നി. അമൃതദാസിൻ്റെ മെയിലിനായി ഞാൻ വീണ്ടും കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം അയാളുടെ മറുപടി വന്നു. കേരളത്തിൽ മുനമ്പം എന്ന സ്ഥലത്തു നിന്നും വർഷത്തിൽ 2 തവണ ഓസ്ട്രേലിയയിലേക്ക് ബോട്ട് പോകാറുണ്ടത്രേ. പക്ഷേ അടുത്ത വർഷം പോകണമെങ്കിൽ മുൻപത്തെ വർഷം തന്നെ പണം അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്യണം. എല്ലാം ചേർത്ത് യാത്രാ ചെലവ് മാത്രം 3 ലക്ഷം രൂപയാകും. പിന്നെ കുറച്ച് പണം അമൃതദാസിനും കൊടുക്കണം. അത് അവിടെ ചെന്നതിന് ശേഷമുള്ള എൻ്റെ ചെലവുകൾക്കാണ്. പണമിടപാടുകൾ ചെയ്യാൻ എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയും ഇടനിലക്കാർ മുഖേനയാണ് നടക്കുന്നതെന്നും പണം കൈമാറാൻ പറ്റിയ സ്ഥലം പറഞ്ഞാൽ അവർ തേടി വരുമെന്നും അയാൾ പറഞ്ഞു. യാത്രാ ചെലവ് ഉൾപ്പെടെ എല്ലാം കൂടി ചേർത്ത് കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും വേണമായിരുന്നു. കടൽ താണ്ടുവാൻ തീരുമാനിച്ചുറപ്പിച്ചുവെങ്കിൽ ബോട്ടുകാർക്ക് കൊടുക്കാനുള്ള അഡ്വാൻസ് തുക 1 ലക്ഷം രൂപ അമൃതദാസ് തൽക്കാലം എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ചെലവിനുള്ള തുക അയാൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ അതുകൂടി ചേർത്ത് കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. എന്തു തന്നെ ആയാലും അധികം വൈകാതെ അറിയിക്കാൻ പറഞ്ഞുകൊണ്ട് അയാൾ അവസാനത്തെ മെയിൽ അയച്ചു. ആ സമയത്ത് എനിക്ക് യാതൊരു പരിചയവുമില്ലാഞ്ഞിട്ടും അമൃതദാസിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പിന്നീടുള്ള എൻ്റെ ചിന്തകൾ മുഴുവൻ ചുരുങ്ങിയ കാലം കൊണ്ട് അത്രയും പണം എങ്ങനെ ഉണ്ടാക്കുമെന്നതായിരുന്നു. തിരുപ്പൂരിലെ തുണിമില്ലുകൾ രാപ്പകൽ ജോലി ചെയ്താലും ആ പണമുണ്ടാക്കാൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും എടുക്കും. അങ്ങനെയാണ് ചെന്നൈയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് തന്നെ. ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ പണമുണ്ടാക്കാൻ പറ്റിയിടം ചെന്നൈയാണെന്ന് പലപ്പോഴായി പലരിൽ നിന്നും ഞാൻ കേട്ടറിഞ്ഞിരുന്നു. സുധാക്കയോട് ചെന്നൈയെപ്പറ്റി പറഞ്ഞപ്പോൾ ആദ്യ അക്ക അതിനെ എതിർത്തു. തിരുപ്പൂരിലെ ചുറ്റുപാടിൽ നിന്നും എനിക്കൊരു മാറ്റം വേണമെന്ന് പറഞ്ഞപ്പോൾ ചെന്നൈയിൽ വെച്ച് പോലീസ് പിടിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി അക്ക എന്നോട് പറഞ്ഞു തന്നു. അങ്ങനെ വീണ്ടും എനിക്ക് കടുത്ത നിരാശയായി. കൃത്യമായി ഊണും ഉറക്കവുമില്ലാതെ ഞാൻ അലസമായി ജീവിച്ചു തുടങ്ങി. വീണ്ടും ഞാൻ ആ പഴയ മാനസികാവസ്ഥയിലേക്ക് പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞ സുധാക്ക ഒരു ദിവസം ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. അക്കയുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ മകളുടെ സർട്ടിഫിക്കറ്റായിരുന്നു അത്. പക്ഷേ അതിലെ ഫോട്ടോ എൻ്റേതായിരുന്നു. സർട്ടിഫിക്കറ്റിൻ്റെ ഉടമയായ ആനന്ദി എന്ന പെൺകുട്ടി കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ബസ് അപകടത്തിൽ മരിച്ചുപോയെന്നും അവളുടെ ഐഡൻറ്റിറ്റിയിൽ ചെന്നൈയിലേക്ക് പൊയ്ക്കൊള്ളുവാനും അക്ക പറഞ്ഞു. ചെന്നൈയിൽ താമസത്തിനും ജോലി ചെയ്യാനുമൊക്കെ ആ സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു. പിന്നെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പുറത്തു വച്ച് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ പരിശോധനകളോ മറ്റോ ഉണ്ടായാൽ കാണിക്കുവാൻ വേണ്ടി മാത്രം ആനന്ദി എന്ന പേരിൽ ഒരു വ്യാജ ആധാർ കാർഡും അവർ എനിക്ക് നൽകി. സിം എടുക്കാനും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കും ആ ആധാർ കാർഡ് ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശവും ഉണ്ടായിരുന്നു. അന്നു മുതലാണ് ഞാൻ ആനന്ദിയായി മാറിയത്. ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞാൽ പൊതുവായി ഉപയോഗിക്കാൻ ഒരു സിം കാർഡും സുധാക്കയുമായി ബന്ധപ്പെടാൻ മറ്റൊരു രഹസ്യ സിം കാർഡും യാത്ര തിരിക്കും മുൻപേ എനിക്കവർ നൽകി. GPS സംവിധാനങ്ങളില്ലാത്ത പഴയതരം മൊബൈൽ ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും എനിക്ക് നിർദ്ദേശമുണ്ടായിരുന്നു.
അതെല്ലാം ഞാൻ കൃത്യമായി പാലിച്ചു. പക്ഷേ അവർ നൽകിയ ആ രഹസ്യ നമ്പർ മുഖേന ഞാൻ സുധാക്കയുമായി മാത്രമല്ല അമൃതാസുമായും അടിക്കടി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ചെന്നൈയിൽ വന്നെത്തിയ ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കോളേജിൽ ജോലി നേടിയെടുത്തു. അതോടൊപ്പം ആരോഗ്യകരമായ ചുറ്റുപാടിൽ എന്തൊക്കെ മാർഗങ്ങളിലൂടെ ചെന്നൈയിൽ പണം സമ്പാദിക്കാൻ സാധിക്കുമെന്നും ഞാൻ മനസ്സിലാക്കി. എങ്കിലും 6 മാസത്തോളം എടുത്തു പല പല ജോലികളെ വ്യക്തമായി മനസ്സിലാക്കുവാനും ചെയ്യുന്ന ഓരോ ജോലികളുമായി ബന്ധപ്പെട്ട ആളുകളോട് പരിചയമുണ്ടാക്കിയെടുക്കാനുമല്ല. അതിനിടയിൽ മരിച്ചുപോയ ഒരാളുടെ പേരിലുള്ള ഒരു പഴയ ലൂണ സ്കൂട്ടറും ഞാൻ സ്വന്തമാക്കി. ആ വണ്ടി തന്നെ വാങ്ങാനുള്ള കാരണം പോലീസുകാർ ചെക്കിംഗ് സമയത്ത് അതുപോലുള്ള വണ്ടികളെ ഒഴിവാക്കി വിടുന്നത് കണ്ടിട്ടാണ്. അങ്ങനെ ദിവസേന വിശ്രമമില്ലാതെ അധ്വാനിക്കാൻ ആരംഭിച്ചതോടെ കയ്യിൽ പണം വന്നു ചേരുവാനും ആരംഭിച്ചു. ആ ആത്മധൈര്യത്തിൽ അടുത്ത വർഷം പുറപ്പെടുന്ന ബോട്ടിന് അഡ്വാൻസ് കൊടുത്തോളാൻ ഞാൻ അമർദാസിനെ വിളിച്ചു പറഞ്ഞു. എനിക്ക് മുന്നിൽ കൃത്യം 1 വർഷമുണ്ടായിരുന്നു. അതിനുള്ളിൽ എന്നെപ്പോലെ ഒരു പെൺകുട്ടി 5 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്നത് വളരെയധികം ശ്രമകരമായിരുന്നുവെന്നെങ്കിലും രാജയുടെ മുഖം അതിനെയൊക്കെ തരണം ചെയ്യാൻ എന്നെ സഹായിച്ചു. പോകെ പോകെ ഞാൻ പറയുന്ന സമയത്തൊക്കെ അമൃതാസിൻ്റെ ചെന്നൈയിലെ ഒരു സുഹൃത്ത് എന്നിൽ നിന്നും പണം വാങ്ങുവാനായി രഹസ്യമായി വന്നുപോയി. ചില സമയങ്ങളിൽ ആ സുഹൃത്ത് നേരിട്ട് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ അമർദാസ് പറഞ്ഞ പ്രകാരം കോളേജിനരികിലെ ഒരു കടയിൽ ഞാൻ പണം ഏൽപ്പിച്ചു. എല്ലാ കാര്യങ്ങളും ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ ഡീൽ ചെയ്തു. അങ്ങനെ ബോട്ടിന് കൊടുക്കുന്നതുൾപ്പെടെ മൊത്തം 4 ലക്ഷം രൂപ ഞാൻ അയാൾക്ക് കൈമാറി. അടുത്ത മാസം 14-നാണ് കേരളത്തിൽ നിന്നും ബോട്ട് പുറപ്പെടുന്നത്. എനിക്ക് മുന്നിൽ ഇനി കൃത്യം 1 മാസം കൂടിയുണ്ട്. അതിനുള്ളിൽ ബാക്കി 1.5 ലക്ഷം കൂടി സമ്പാദിച്ചാൽ എനിക്ക് ധൈര്യമായിട്ട് ഇന്ത്യ വിടാം. ഒരു പക്ഷേ നിങ്ങളെ ഡയറി വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കില്ല. ഒരുപാട് കാലമായി നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യമല്ലേ എൻ്റെ ലക്ഷ്യം എന്താണെന്നും ഞാൻ എന്തിനാണ് വിശ്രമമില്ലാതെ ഇങ്ങനെ ഓടി നടന്ന ജോലികൾ ചെയ്യുന്നതെന്നുമുള്ളത്. എല്ലാത്തിനുമുള്ള മറുപടികൾ ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ആരെയും കബളിപ്പിക്കണമെന്ന ഒരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല. പറഞ്ഞ കള്ളങ്ങളത്രയും എൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നു. അതുമൂലം നിങ്ങളിൽ ആരുടെയെങ്കിലും മനസ്സിനെ ഞാൻ നോവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സ്വന്തം അനുജൻ്റെ അരികിലെത്താൻ വേണ്ടി ഒരു സഹോദരി നടത്തിയ പരിശ്രമമായി മാത്രം കണ്ട് എന്നോട് ക്ഷമിക്കണം. വിധിയുണ്ടെങ്കിൽ നമുക്കൊക്കെ വീണ്ടും കാണാം. പാട്ടി, വെട്രി, രേഷ്മെ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട റാം. സ്നേഹപൂർവ്വം നിങ്ങളുടെയൊക്കെ ആനന്ദി. പേര് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 33. ലിറ്റിൽ ഇറ്റലിയിൽ നിന്നും ആനന്ദി ഇറങ്ങിയതിന് പിന്നാലെ റാമും വെട്രിയും രേഷ്മയും ബുള്ളറ്റിൽ അവളെ പിന്തുടർന്നു. മഴ തോർന്നിരുന്നില്ല. പാട്ടിയുടെ കോൾ വന്നപ്പോൾ മഴത്തുള്ളികൾ മൊബൈൽ സ്ക്രീനിലേക്ക് വീഴാതെ കൈവെള്ളയ്ക്ക് കീഴെ പിടിച്ചുകൊണ്ട് വെട്രി കോളെടുത്തു. നിങ്ങൾ അവളെ തടയണം വെട്രി. പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അവളിന് പുറം ലോകം കാണില്ല, പാട്ടി വെപ്രാളത്തോടെ പറഞ്ഞു. ഞങ്ങൾ ആനന്ദിയുടെ പിന്നാലെ തന്നെയുണ്ട് പാട്ടി. പക്ഷേ അവളിത് എന്തിനുള്ള പുറപ്പാടാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ആ SI ഗിണ്ടിയിലെ പഴയ ഗോഡൗണിലേക്കാണ് വിളിപ്പിച്ചത്. മോനെ, ആനന്ദി കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവളെ തടയണം. പാട്ടി ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ഗിണ്ടിയിലേക്കുള്ള പാതി ദൂരത്തിൽ കൂടുതൽ അവർ താണ്ടിയിരുന്നു. ദൂരെ പോകുന്ന ആനന്ദിയെ അവർക്ക് മഴയിലും കാണാമായിരുന്നു. ഒന്ന് ആക്സിലേറ്റർ കൂട്ടിയാൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അവൾക്കൊപ്പം എത്താൻ കഴിയുന്നത്ര ദൂരം റാം പാലിച്ചു. പക്ഷേ മെയിൻ റോഡിൽ നിന്നും ഗിണ്ടി ഭാഗത്തേക്ക് തിരിയുന്ന വേലച്ചേരി റോഡിലെ ട്രാഫിക് സിഗ്നലിൽ വെച്ച് ആനന്ദി അവർക്ക് നഷ്ടമായി. ചുവന്ന ലൈറ്റ് പ്രകാശിച്ചതും ആനന്ദിയുടെ വണ്ടി സിഗ്നൽ താണ്ടിയതും ഒരുമിച്ചായിരുന്നു. സിഗ്നലിലെ വാഹനക്കൂട്ടങ്ങൾക്ക് നടുവിൽ റാം ഫസ്റ്റ് ഗിയറിട്ട് ആക്സിലേറ്ററിൽ തുടരെ കൈകൊടുത്ത് സിഗ്നലിൻ്റെ 120 സെക്കൻഡുകൾ 0-ലേക്ക് എത്തുവാൻ വേണ്ടി കാത്തുനിന്നു. ആനന്ദി മഴയിലൂടെ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അത്യാവശ്യം ആരോഗ്യമുള്ള ഒരുവനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ കീഴ്പ്പെടുത്തുവാനുള്ള കളരി വിദ്യകൾ അറിയുമെന്നതിനാൽ SI ഫാറൂഖ് അവൾക്കൊരു പ്രശ്നമായി തോന്നിയിരുന്നില്ല. മാത്രമല്ല അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നതിലുപരി ഇനിയൊരു പെണ്ണിനെയും കാക്കയുടെ ബലത്തിൽ അയാൾ മുതലെടുക്കാതിരിക്കുവാൻ വേണ്ടി അയാളുടെ മർമ്മങ്ങളിൽ ആഞ്ഞടിച്ച് ശരീരം തളർത്തിക്കളയുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴും അവൾക്ക് യാതൊരുവിധ കുറ്റബോധവും തോന്നിയില്ല. മഴ പെയ്യുന്നതിനാൽ ആകാശം മൂടിക്കെട്ടിയിരുന്നതിനാലും അവൾ ആകാശത്തേക്കൊന്ന് നോക്കി. അപ്പ, അമ്മ. ഓരോ തീരുമാനവും എടുക്കും മുൻപ് സാധാരണ ചെയ്യും പോലെ അവൾ നീട്ടി വിളിച്ച ശേഷം ഗിണ്ടിയിലെ ഗോഡൗണിലേക്ക് വേഗത്തിൽ വണ്ടി ഓടിച്ചു. 2. കാറ്റിലും മഴയിലും സാരിമുറികളിലേക്ക് മഴവെള്ളം കയറി. അവിടെ കൂട്ടിയിട്ടിരുന്ന ഓടച്ചെളി പരന്നൊഴുകി ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ഉറങ്ങാനാവാതെ പാലത്തിന് കീഴെ കൂട്ടം കൂടി ഇരിക്കുകയായിരുന്നു തിരുനങ്കൈകൾ. SI ഫാറൂഖും കതിർവേലും അവരെ ഒന്ന് നോക്കി കടന്നുപോയി. മഴയിൽ അകന്നുപോയ ജീപ്പിലെ ചുവന്ന വെളിച്ചം ഗോഡൗണിൻ്റെ മുന്നിൽ അവസാനിച്ചപ്പോൾ ഇന്നും അവർക്കേതോ ഇരയുണ്ടെന്ന് തിരുനങ്കൈകൾ ഊഹിച്ചു. അത് കണ്ടതും തിലോത്തമ്മ കൂട്ടത്തിൽ നിന്നും എഴുന്നേറ്റു. ശേഷം മഴയിൽ കുതിർന്നു കിടന്ന ചെളിക്കൂനയുടെ അരികിലേക്ക് നടന്നുപോയി. ചെളിക്കൂനയുടെ അരികിലെത്തിയ തിലോത്തമ്മ ഒരു പിടി ചെളി വാരി സ്വന്തം മുഖത്തും ശരീരത്തിലും വസ്ത്രങ്ങളിലും വാശിയോടെ തേച്ചു. തിരിച്ചറിയാനാവാത്ത വിധം തിലോത്തമ്മ കറുത്തിരുണ്ടിരുന്നു. നമുക്ക് മല്ലിയുടെ ശേഷക്രിയ ചെയ്യണ്ടേ?
തിലോത്തമയുടെ ചോദ്യം കേട്ടപ്പോൾ തിരുനങ്കൈകൾ അവൾ പറഞ്ഞതിൻ്റെ പൊരുളറിഞ്ഞ് ചെളിക്കൂനയുടെ അരികിലേക്ക് നടന്നു. അവർ തങ്ങളുടെ മുഖത്തേക്കും ശരീരത്തിലേക്കുമെല്ലാം വാശിയോടെ ചേറുവാർത്തിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം പാട്ടി തൻ്റെ പത്മിനിക്കാരൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്തു നോക്കി. അവർ വീണ്ടും ഒരിക്കൽ കൂടി ഡ്രൈവിംഗ് സീറ്റിലിരിക്കാൻ ആ കാർ അതിയായി ആഗ്രഹിച്ചതുപോലെ അത് ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. ഹെഡ്ലൈറ്റ് ഓണാക്കി വൈപ്പർ ഇട്ടുകൊണ്ട് അവർ ഇടതുവശത്തെ സീറ്റിലേക്ക് നോക്കി. ആദ്യമായാണ് ഭർത്താവില്ലാതെ അവർ കാർ ഓടിക്കാൻ പോകുന്നത്. തൻ്റെ ശബ്ദം കാറ്റിൽ പറത്തിയതുപോലെ അവർ ഫസ്റ്റ് ഗിയറിട്ട് കാർ ഗേറ്റിന് വെളിയിലേക്ക് ഓടിച്ചിറക്കി. 4 പാതി തുറന്നു കിടക്കുന്ന ഗിണ്ടിയിലെ ഗോഡൗണിൻ്റെ ഗേറ്റ് താണ്ടി സ്കൂട്ടർ അകത്തേക്ക് ഓടിച്ചു കയറ്റുമ്പോൾ പുല്ല് പിടിച്ച നീളൻ വഴിയുടെ അറ്റത്ത് ഒരു ജീപ്പ് കിടക്കുന്നത് ആനന്ദി ശ്രദ്ധിച്ചു. ആ ജീപ്പിനുള്ളിൽ നേരിയ പ്രകാശവും ഉണ്ടായിരുന്നു. നല്ലവണ്ണം പുല്ല് വളർന്നു നിന്ന ആ വഴിയുടെ ഇരുവശത്തും ഇരുൾ മൂടിയ രീതിയിൽ നീളൻ ഗോഡൗൺ കെട്ടിടം നിലകൊണ്ടു. ഗോഡൗണിൻ്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്ന ആനന്ദി സ്കൂട്ടർ ജീപ്പിനരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ജീപ്പ് കിടന്നതിന് എതിർവശത്തെ വരാന്തയിൽ സിഗരറ്റും പുകച്ചുകൊണ്ട് നിൽക്കുന്ന ഫാറൂഖിനെ അവൾ വ്യക്തമായി കണ്ടു. വണ്ടി ഓഫ് ചെയ്യാതെ അവൾ അങ്ങനെ തന്നെ മഴയിൽ നിന്നു. അയാൾ ലൈറ്റ് ഓഫ് ചെയ്യാനായി അവളെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. സത്യത്തിൽ ആനന്ദി അപ്പോൾ അയാളുടെ ഏകദേശ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മുഖത്തേക്കടിക്കുന്ന പ്രകാശം കൈകൊണ്ട് മറച്ചു പിടിച്ച ഫാറൂഖിനെ അവൾ ഒരിക്കൽ കൂടി നോക്കി. ശേഷം വണ്ടി ഓഫ് ചെയ്തു. ജീപ്പിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന നേരിയ പ്രകാശം മാത്രം അവിടെ ആകെ അവശേഷിച്ചു. ആനന്ദി വണ്ടിയിൽ നിന്നും ഇറങ്ങി ഫാറൂഖിനരികിലേക്ക് നടക്കുമ്പോൾ ജീപ്പിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കപ്പലണ്ടയും കുറച്ചുകൊണ്ട് കതിർവലിരിക്കുന്നത് കണ്ടു. സത്യത്തിൽ ഫാറൂഖ് തനിച്ചായിരിക്കും അവിടെ ഇരിക്കുക എന്ന് കരുതിയിരുന്ന അവൾക്ക് അതൊരു ഞെട്ടലായിരുന്നു. എങ്കിലും ശങ്കിച്ചു നിൽക്കാതെ അവൾ ജീപ്പിൻ്റെ എതിർവശത്തെ വരാന്തയിലേക്ക് നടന്നു ചെന്നു. അവളെ കണ്ടതും ഫാറൂഖ് തൻ്റെ കാക്കി പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ കഷ്ണമെടുത്ത് ജീപ്പിൽ നിന്നും വരുന്ന പ്രകാശത്തിലേക്ക് തിരിച്ചു പിടിച്ചു. ആനന്ദിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണത്. നീ ഈ ഫോട്ടോയിൽ കാണുന്ന ലോക്കൽ ഫിഗർ അല്ലല്ലോ. യു ആർ റിയലി ഔട്ട്സ്റ്റാൻഡിങ് സെക്സി ഫിഗർ. ഫാറൂഖ് അവളുടെ നനഞ്ഞൊട്ടിയ മാറിടത്തിലേക്ക് നോക്കി ഉമിനീരിറക്കി. സാരി എടുത്തു വരാനല്ലേ ഞാൻ പറഞ്ഞത് ബേബി? ആ സാരമില്ല, പോട്ടെ. നാളെ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ സാരിയിൽ വന്നോളണം, കേട്ടല്ലോ. അയാൾ ഒരു കള്ളച്ചിരിയോടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി തിരികെ തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിലേക്ക് തന്നെ വെച്ചു. അത് കണ്ടിട്ടും മുഖത്തെ പുഞ്ചിരിയിൽ മാറ്റമില്ലാതെ ആനന്ദി അവിടെ തന്നെ നിന്നു. ആദ്യം നിൻ്റെ പെർഫോമൻസ് നോക്കട്ടെ, എന്നിട്ടാവാം തെളിവ് നശിപ്പിക്കൽ. സർട്ടിഫിക്കറ്റിനായി അവൾ നീട്ടിപ്പിടിച്ച കയ്യിലേക്ക് കയറി പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. കതിർവേൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്നുകൊണ്ട് ആനന്ദിയെ അടിമുടി നോക്കി. എന്നും 2ാം ഊഴക്കാരനായിരുന്നുവെങ്കിലും അന്ന് നല്ലൊരു ഇരയെ കിട്ടിയ സന്തോഷമായിരുന്നു അയാളുടെ മുഖത്ത്. 5 ഗിണ്ടിയിലേക്ക് എത്തിയ റാമും കൂട്ടരും ഗോഡൗണിനരികിലുള്ള കുപ്പത്തൊട്ടിയുടെ സമീപം ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ബുള്ളറ്റ് പാർക്ക് ചെയ്ത് ഗേറ്റിനരികിലേക്ക് ഓടി. അവിടെ മറിഞ്ഞു നിന്ന് അവർ 3 പേരും അകത്തേക്ക് നോക്കി. ഉള്ളിൽ ഒരു ജീപ്പ് കിടക്കുന്നത് മാത്രം മഴയിൽ അവർ കണ്ടു. ശങ്കിച്ചു നിൽക്കാതെ റാം ആദ്യം അകത്തേക്ക് കയറി. തൊട്ടു പിന്നാലെ വെട്രിയും അതിന് പിന്നിൽ രേഷ്മയും അകത്ത് കടന്നുപോയി. എന്താണ് നിന്റെ പ്ലാൻ? വെട്രി റാമിനൊപ്പം കയറി നടന്നുകൊണ്ട് ചോദിച്ചു. ആദ്യം ആനന്ദിയുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കണം. അതുവരെ നമ്മൾ മറിഞ്ഞിരിക്കണം. അഥവാ അവളുടെ പ്ലാൻ പാളിയാൽ കയറി ഇടപെടാം. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നമ്മളതിനെ നേരിടും. റാം ഇടതുവശത്തെ കെട്ടിടത്തിൻ്റെ വരാന്തയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പുല്ലുകൾ കാലുകൊണ്ട് വകഞ്ഞു മാറ്റി അവരെയും കൂട്ടി വേഗത്തിൽ നടന്നു നീങ്ങി. എസ് ഐ ഫാറൂഖ് കാക്കി ഷർട്ട് അഴിച്ചു മാറ്റി തൻ്റെ ഉറച്ച ശരീരം ആനന്ദിയെ കാണിച്ച് കൊതിപ്പിക്കുന്നത് പോലെ അവളെ നോക്കി. അവളപ്പോൾ കതിർവേലിനെ കുറിച്ചാണ് ചിന്തിച്ചത്. അഥവാ ഫാറൂഖിൻ്റെ മർമ്മം നോക്കി അടിച്ചാലും കതിർവേൽ അയാൾക്ക് ലഭിക്കുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തും ചെയ്തേക്കാം. ഒന്നല്ലെങ്കിൽ വയർലെസ് സെറ്റ് വഴി നൈറ്റ് പട്രോളിങ്ങിന് ഇറങ്ങിയ മറ്റുള്ള പോലീസുകാരെ വിവരം അറിയിക്കുകയോ ജീപ്പ് ലോക്ക് ചെയ്ത് ഓടിച്ചു പോവുകയോ അല്ലെങ്കിൽ ജീപ്പിനുള്ളിൽ തോക്കുണ്ടെങ്കിൽ അത് തനിക്കുമേൽ പ്രയോഗിക്കുകയോ ചെയ്യുമെന്ന് അവൾ ഊഹിച്ചു. ആ സമയത്ത് ഫാറൂഖ് തൻ്റെ ബെൽറ്റ് അഴിച്ചതിന് ശേഷം പാൻസിൻ്റെ ബട്ടൺ എടുത്തിട്ട് സിബ് താഴേക്കൂരി. ആനന്ദി അയാളുടെ തലയുടെ പിൻവശത്തേക്ക് ചാടിയടിക്കുവാൻ തനിക്ക് എത്ര ചുവടുകൾ കൂടി മുന്നോട്ട് വയ്ക്കേണ്ടി വരുമെന്ന് കണക്ക് കൂട്ടി. റാമും വെട്രിയും രേഷ്മയും അപ്പോഴേക്കും ജീപ്പിൻ്റെ പിന്നിലേക്ക് എത്തിയിരുന്നു. അർദ്ധനഗ്നനായി നിൽക്കുന്ന ഫാറൂഖിൻ്റെ ജീപ്പിൻ്റെ നേരിയ വെളിച്ചത്തിൽ അവരും കണ്ടു. ആനന്ദി എന്തിനുള്ള പുറപ്പാടാണെന്ന് അവർക്ക് അപ്പോഴും പിടികിട്ടിയില്ല. ഫാറൂഖ് പാൻസ് താഴേക്ക് വലിച്ചൂരിയ അതേ നിമിഷത്തിലാണ് അയാളുടെ മൂക്കിലേക്ക് ഒരു ദുർഗന്ധം ഒഴുകിയെത്തിയത്. അതോടൊപ്പം നേരിയ കാൽപെരുമാറ്റങ്ങളും അയാൾ കേട്ടു. പെട്ടെന്ന് അയാൾ കാക്കി ഷർട്ട് കൊണ്ട് പൊതിഞ്ഞ് പാൻസിൻ്റെ ബട്ടണിട്ടു. ഫാറൂഖിനെ ആക്രമിക്കാൻ തുടങ്ങിയ ആനന്ദിക്കും അതുപോലെ തന്നെ ജീപ്പിന് പിന്നിൽ മറിഞ്ഞിരുന്ന റാമിനും കൂട്ടർക്കും അതേ ദുർഗന്ധം ഒരേ സമയത്ത് അനുഭവപ്പെട്ടു. റാമും കൂട്ടരും പിന്നിലേക്ക് തിരിഞ്ഞതും ഗോഡൗണിൻ്റെ നീളൻ പുൽവഴിയിലൂടെ കുറേ നിഴലുകൾ അവിടേക്ക് ഓടി വരുന്നത് കണ്ടു. അത് കണ്ടതും ജീപ്പിന് പിന്നിൽ കുനിഞ്ഞു നിന്നിരുന്ന അവർ 3 പേരും അന്താളിച്ചുകൊണ്ട് നിവർന്നു നിന്നു. അവർ തിരുനങ്കൈകളാണെന്ന് റാമിന് മനസ്സിലായി. ആ നിഴലുകൾ ഫാറൂഖും ആനന്ദിയും നിന്നിരുന്ന വരാന്തയിലേക്ക് ഓടിയെടുത്തു. കരിപുരണ്ട രൂപങ്ങൾ തനിക്കരികിലേക്ക് ഓടി വരുന്നത് കണ്ടതും
ഒരു നിമിഷം ഫാറൂഖും പരിഭ്രമിച്ചു. ജീപ്പിനുള്ളിൽ നിന്നും കതിർവേൽ ചാടിയിറങ്ങി. അപ്പോഴേക്കും 5ഓളം നിഴലുകൾ ഫാറൂഖിനെ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. ആനന്ദിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. അവിടേക്ക് ഓടിയെത്തിയ കതിർവേലിൻ്റെ മേലെയും ആ കരിപുരണ്ട നിഴലുകൾ ചാടി വീണു. ആ നിമിഷത്തിൽ റാം ഓടിച്ചെന്ന് ആനന്ദിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീപ്പിൻ്റെ പിന്നിലേക്ക് ഓടിമാറി. അപ്രതീക്ഷിതമായി ഗോഡൗണിൽ റാമിനെയും വെട്രിയെയും രേഷ്മയും ഒരുമിച്ച് കണ്ടതും ആനന്ദി അത്ഭുതപ്പെട്ടു. അവർ 3 പേരും ആനന്ദിയെ ചേർത്ത് പിടിച്ചു. അവർക്കാർക്കും അപ്പോൾ തങ്ങൾക്ക് ചുറ്റും നടക്കുന്നതെന്താണെന്ന് വ്യക്തമായില്ല. 6 കോരിച്ചെരുന്ന മഴയിൽ ആ പഴയ പത്മിനിക്കാർ ഇടറോഡുകളിലൂടെ ഗിണ്ടി ലക്ഷ്യമാക്കി പായുകയായിരുന്നു. ബൈക്കിൻ്റെ വൈപ്പർ കൊണ്ട് തുടരെ ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്ന് വെള്ളം മുപ്പിക്കളഞ്ഞുകൊണ്ട് പാട്ടിക്ക് വഴികാട്ടി. ആദ്യം ചെറിയ ഉൾഭയം തോന്നിയെങ്കിലും കുറച്ചു ദൂരം താണ്ടി കഴിഞ്ഞപ്പോൾ പാട്ടിക്കുള്ളിൽ വീണ്ടും ആ പഴയ ഡ്രൈവിംഗ് വിദഗ്ധ സടകുടഞ്ഞെഴുന്നേറ്റു. അവർ വീണ്ടും ആക്സിലേറ്ററിൽ കാലമർത്തി. പത്മ കമോൺ, അവർ കാറിലിരുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. 7 മഴയ്ക്കൊപ്പം നല്ലൊരിടി കൂടി വെട്ടി കലിപൂണ്ട തിരുനങ്കൈകൾ 12 പേരും ചേർന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫാറൂഖിനെയും കതിർവേലിനെയും ആക്രമിച്ച് അവശരാക്കി താഴെയിട്ടിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് ഫാറൂഖിനെയും കതിർവേലിനെയും നിലത്തുനിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. തിലോത്തമ കയ്യിൽ കരുതിയിരുന്ന 2 പാറക്കല്ലിൻ്റെ കഷ്ണങ്ങൾ നിലത്തുനിന്നും പെറുക്കിയെടുത്തു. കൂട്ടുകാരികൾ ബലമായി പിടിച്ചു വച്ചിരിക്കുന്ന ഫാറൂഖിൻ്റെ മുന്നിൽ തിലോത്തമ മുട്ടുകുത്തി നിന്നു. അയാളുടെ പാൻസിൻ്റെ ബട്ടൺ അഴിച്ചിട്ട് അടിവസ്ത്രവും ചേർത്ത് താഴേക്കൂരി. ഫാറൂഖ് അവരുടെ പിടിയിൽ നിന്നും കുതറി മാറുവാൻ ഒരിക്കൽ കൂടി പരിശ്രമിച്ചു നോക്കി. പക്ഷേ എത്ര ഉറച്ച ശരീരമുണ്ടായിരുന്നെങ്കിലും അത്രയും അർദ്ധനാരികളുടെ ശക്തിയിൽ അയാളുടെ ബലപ്രയോഗം തീർത്തും നിഷ്പ്രഭമായിരുന്നു. അയാളുടെ ലിംഗത്തിന് ഇരുവശവും കല്ലുകൾ ഒന്ന് ഓങ്ങി നോക്കിയതിനു ശേഷം തിലോത്തമ 2 കൈകളും പരമാവധി അകത്തി പിടിച്ചിട്ട് സർവ്വശക്തിയും ഉപയോഗിച്ച് ആഞ്ഞടിച്ചു. കോരിച്ചെരിയുന്ന മഴയിൽ SI ഫാറൂഖിൻ്റെ അലർച്ച ആ ഗോഡൗണിലാകെ അലയടിച്ചു. ആ കാഴ്ച കണ്ടതും രേഷ്മയും വെട്രിയും ഒരുപോലെ വാപുത്തി. ആനന്ദിയുടെ മുഖഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. തൻ്റെ മനസ്സിനേറ്റ വലിയ മുറിവ് തിരുനങ്കൈകൾ തുന്നിക്കെട്ടുന്നത് പോലെ റാമിന് തോന്നി. തൊട്ടു പിന്നാലെ കതിർവേലിൻ്റെ അലർച്ചയും അവിടെയാകെ മുഴങ്ങി കേട്ടു. വെട്രി, നീ ഇവരെയും കൊണ്ട് പാട്ടിയുടെ അടുത്തേക്ക് പോ, ഞാൻ ആനന്ദിയുടെ വണ്ടിയുമായി വന്നേക്കാം, റാം അവരെ നോക്കി പറഞ്ഞു. എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അയാളുടെ പോക്കറ്റിലുണ്ട്, ആനന്ദി റാമിനോട് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ പുറത്തേക്ക് പൊയ്ക്കോ, ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്, അവൻ പുറത്തേക്ക് കൈകൊണ്ട് കാട്ടിക്കൊണ്ട് പറഞ്ഞു. വെട്രി ആനന്ദിയെയും രേഷ്മയും കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് ഓടി. റാം വേഗത്തിൽ തിരുനങ്കൈകളുടെ അരികിലേക്ക് നടന്നു ചെന്നു. അവരിൽ ചിലർ രോഷം തീരാത്തതുപോലെ ഫാറൂഖിനെയും കതിർവേലിൻ്റെയും കൈകളും കാലുകളും തിരിക്കുകയും ചവിട്ടി ഒടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തിരുനങ്കൈകൾ റാമിനെ കണ്ടെങ്കിലും സ്നേഹമൊഴുകുന്ന ഒരു നോട്ടം പറഞ്ഞ് അവരൊരുമിച്ച് മഴയിലേക്ക് ഇറങ്ങി ഓടിയകന്നു. 8 ഗേറ്റ് കടന്ന് ഓടിയെത്തിയ വെട്രിയും ആനന്ദിയും രേഷ്മയും അപ്രതീക്ഷിതമായി പാട്ടിയുടെ പത്മിനിക്കാർ കണ്ടതും സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിന്നു. പിള്ളേരെ വേഗം കയറ്, പാട്ടി എത്തിവലിഞ്ഞ് ഇടതുവശത്തെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ 2 പേരും കയറിക്കോ, ഞാൻ റാമുമായി വന്നേക്കാം. വെട്രി അവർക്ക് 2 പേർക്കും പത്മിനിയുടെ പിൻഭാഗത്തെ ഡോർ തുറന്നു കൊടുത്തു. അവർ പോയതിനു ശേഷം വെട്രി റോഡിൽ നിന്നുകൊണ്ട് ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് ഏന്തി വലിഞ്ഞ് റാമിനെ നോക്കി. ഇതേസമയം ഫാറൂഖിൻ്റെ പോക്കറ്റിൽ നിന്നും ആനന്ദിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി റാം തപ്പിയെടുത്തു. ഒരു മുൻകരുതൽ പോലെ അവൻ ഒരു കൈകൊണ്ട് മുഖവും പൊത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞരക്കത്തോടെ നിലത്ത് കിടന്ന് പുളയുന്ന ഫാറൂഖിനെയും കതിർവേലിനെയും റാം ഒരിക്കൽ കൂടി നോക്കിയ ശേഷം ജീപ്പിനരികിൽ ഇരിക്കുന്ന ആനന്ദിയുടെ സ്കൂട്ടർ കിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റ് ലക്ഷ്യമാക്കി ഓടിച്ചു. 34 റാമും വെട്രിയും പാട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ സമയം രാത്രി 1 മണി കഴിഞ്ഞിരുന്നു. കാർ ഷെഡിലായി പത്മിനി പഴയതുപോലെ തന്നെ കിടപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കിടയിൽ നടന്ന കാര്യങ്ങൾ അത്രയും ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ റാമിന് തോന്നി. പത്മിനിക്കരികിൽ ലൂണയും ബുള്ളറ്റും പാർക്ക് ചെയ്തതിന് ശേഷം റാമും വെട്രിയും അകത്തേക്ക് കയറി ചെന്നു. പാട്ടിയുടെ കിടപ്പുമുറിയിൽ കസേരയിൽ ആനന്ദി നനഞ്ഞു കുളിച്ച് ഇരിപ്പുണ്ടായിരുന്നു. തൊട്ടരികിൽ നിലത്ത് ഭിത്തിയിൽ ചാരി രേഷ്മയും. മുറിയിലേക്ക് കടന്നു വന്ന റാമിനെയും വെട്രിയെയും കണ്ടതും കട്ടിലിരുന്നിരുന്ന പാട്ടി ചാടി എഴുന്നേറ്റു. എന്തായി മക്കളെ, ആ പോലീസുകാർക്ക് ജീവനുണ്ടോ? പാട്ടിയെ ആകാംക്ഷയോട് ചോദിച്ചു. അതിന് മറുപടി എന്നോണം റാം ഒന്ന് തലകുലുക്കി. കടവുളെ, ആരെങ്കിലും അവരെ കണ്ടെത്തുന്നതുവരെ അവർക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ നമ്മളെല്ലാവരും കുടുങ്ങും, പാട്ടി ആശങ്കയോടെ പറഞ്ഞു. അതിന് നമ്മളവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അവരോട് വൈരാഗ്യമുള്ള ഏതോ കൊട്ടേഷൻ സംഘമല്ലേ അവരെ ഉപദ്രവിച്ചത്, വെട്രി സ്വയം ന്യായീകരിച്ചു. ഗോഡൗണിൽ വന്ന ആ കറുത്ത രൂപങ്ങൾ ആരായിരുന്നുവെന്ന് അവരോടെല്ലാം വെളിപ്പെടുത്തുവാൻ റാമിനപ്പോൾ തോന്നിയില്ല. എങ്കിലും സംഭവം നടക്കുമ്പോൾ നീയും ഞാനും ഉൾപ്പെടെ നമ്മളെല്ലാവരും ആ ഗോഡൗൺ പരിസരത്ത് ഉണ്ടായിരുന്നല്ലോ വെട്രി, പാട്ടി വീണ്ടും ആശങ്കപ്പെട്ടു. സത്യത്തിൽ പാട്ടി എന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? രേഷ്മ നിലത്ത് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. പിന്നെ എൻ്റെ മക്കൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞാനിവിടെ വീട്ടിൽ കുത്തിയിരിക്കണോ? അവരുടെ ആ മറുചോദ്യം കേട്ടതും രേഷ്മയുടെ വായടഞ്ഞു. പാട്ടി തൽക്കാലം സമാധാനമായിട്ടിരിക്കെ. ഗോഡൗണിൻ്റെ അടുത്തെങ്ങും CCTV ഉണ്ടാവാനിടയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആനന്ദി അവന്മാർ അങ്ങോട്ടേക്ക് വിളിക്കില്ലായിരുന്നു.
അതുപോലെ തന്നെ മല്ലിയുടെ ശരീരം അതിനടുത്തുള്ള കുപ്പത്തൊട്ടിയിൽ അവന്മാർ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഏരിയയിലെങ്ങും തെളിവുകൾ ലഭിക്കാൻ തക്കവണ്ണമുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്തൊക്കെയായാലും നാളെ വരെ നമുക്ക് കാത്തിരുന്നേ മതിയാകൂ, റാം പാട്ടിയെ സമാധാനപ്പെടുത്തും പോലെ പറഞ്ഞു. അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയും കേട്ടുകൊണ്ടിരുന്നതല്ലാതെ ആനന്ദി അഭിപ്രായമൊന്നും തന്നെ പറഞ്ഞില്ല. പാട്ടി അലമാരയിൽ നിന്ന് ഒരു ടവലും ഒപ്പം ആനന്ദിയുടെ ഡയറിയും എടുത്തുകൊണ്ട് വന്നു. രേഷ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ തല തോർത്തി കൊടുത്തിട്ട് ആ ഡയറി അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഡയറി കയ്യിലേക്ക് കിട്ടിയതും രേഷ്മ വേഗത്തിൽ അതും കൊണ്ട് ടേബിളിനരികിലേക്ക് നടന്നുപോയി. പാട്ടിയുടെ കയ്യിൽ നിന്നും ടവൽ വാങ്ങി സ്വയം തല തുടച്ചിട്ട് വെട്രിയും രേഷ്മയ്ക്ക് അരികിലേക്ക് ചെന്നു. റാമിൻ്റെ തല കൂടി തോർത്തി കൊടുത്ത ശേഷം പാട്ടി ആനന്ദി ഇരുന്ന കസേരയ്ക്ക് അരികിലേക്ക് ചെന്നു. അവളുടെ തലയും നന്നായി തോർത്തി പാട്ടി അവൾക്കരികിൽ നിന്ന് മാറിയതും റാം ആനന്ദിയെ ശ്രദ്ധിച്ചു. ഒരു പുസ്തക വായനയ്ക്ക് ശേഷം അതിൻ്റെ വായനക്കാരിൽ നിന്നും ഒരഭിപ്രായം അറിയുവാൻ കാത്തിരിക്കുന്നത് പോലെ അവൾ വെട്രിയും രേഷ്മയും ഡയറി വായിച്ചു കഴിയുവാനായി കാത്തിരിക്കുന്നത് പോലെ റാമിന് തോന്നി. അവൻ പോക്കറ്റിൽ നിന്നും കുതിർന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അവൾക്ക് നേരെ നീട്ടി. അവളത് കയ്യിൽ വാങ്ങി ചുരുട്ടി പിടിച്ചുകൊണ്ട് റാമിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് വെട്രിയുടെയും രേഷ്മയുടെയും നേർക്ക് വിരൽ ചൂണ്ടി. അത് തമിഴല്ലേ മോളെ? റാം അതെങ്ങനെ വായിച്ച് മനസ്സിലാക്കാനാണ്? നീ എൻ്റെ കൂടെ അടുക്കള വരെ ഒന്ന് വാമനെ. നിങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ട് ആരും ഒന്നും കഴിച്ച ലക്ഷണം കാണുന്നില്ല. പാട്ടി അതും പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും അടുക്കളയിലേക്ക് തിരിഞ്ഞു. റാം ആനന്ദിയുടെ നെറുകയിൽ ഒന്ന് തലോടിയിട്ട് പാട്ടിയുടെ പിന്നാലെ അടുക്കളയിലേക്ക് പോയി. റാം പോയതും ആനന്ദി അവൻ്റെ നനഞ്ഞ കാൽപ്പാടുകൾ പതിയെ കാലെടുത്ത് വെച്ചു. പാട്ടി മധുരപലഹാരങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ആനന്ദിയുടെ ഡയറിയിലെ കാര്യങ്ങൾ വിശദീകരിച്ചു. റാം അത് ശ്രദ്ധയോടെ കേട്ടു. പുറത്ത് പെയ്യുന്ന മഴയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു. ഡയറി വായിച്ചു തീർത്ത ടേബിളിനരികിൽ നിന്നും കലണ്ടർ കിടക്കുന്ന ജനലിൻ്റെ അരികിലേക്ക് രേഷ്മ നടന്നുപോയി. ചൂണ്ടുവിരൽ കലണ്ടറിന് മുകളിലൂടെ ഓടിച്ചുകൊണ്ട് അന്നത്തെ തീയതി അവൾ പരിശോധിച്ചു. ജനുവരി 8. അവൾ അതിവേഗത്തിൽ ആനന്ദിയുടെ അരികിലേക്ക് നടന്നു. അപ്പോൾ ഇനി 4 ദിവസം കൂടിയേ നീ ചെന്നൈയിലുള്ളോ? അത്ഭുതത്തോടെ രേഷ്മ ആനന്ദിയോട് ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടതും ആനന്ദി ഒന്ന് പുഞ്ചിരിച്ചു. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഈ നഗരം വിടാനായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെയായിരുന്നുവെങ്കിൽ കേരളത്തിൽ എത്തിക്കഴിഞ്ഞിട്ടേ ഞാൻ ഈ ഡയറിയുടെ കാര്യം നിങ്ങളോട് വിളിച്ചു പറയുമായിരുന്നുള്ളൂ. പക്ഷേ നീ അതിനെയെല്ലാം ഓവർടേക്ക് ചെയ്തു. ആനന്ദി രേഷ്മയെ നോക്കി. എൻ്റെ ഭാഗത്തുനിന്ന് നിന്നെ ബാധിക്കുന്ന ഒരു തെറ്റ് സംഭവിച്ചു, അത് ശരി തന്നെ. പക്ഷേ ഏതോ ഒരാൾ പറഞ്ഞെന്ന് വെച്ച് ബോട്ടിൽ കയറി ഓസ്ട്രേലിയയിലേക്ക് പോകാനും മാത്രം വിട്ടിയാണോടി നീ? അല്ല, എന്താ നീ കരുതിയേക്കുന്നത്? ഒരു ബോട്ടിൽ കയറി പോകാനും മാത്രം ഓസ്ട്രേലിയ കേരളത്തിൻ്റെ തൊട്ടടുത്താണെന്നോ? രേഷ്മ തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ പുറത്തേക്ക് എടുത്തു. അതല്പം നനഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവൾ ചൂണ്ടുവിരൽ പിന്നിലാക്കി വെച്ചപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് മൊബൈൽ സ്ക്രീൻ ഓണായി. എന്നിട്ട് ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ കേരള ടു ഓസ്ട്രേലിയ എന്നവൾ സെർച്ച് ചെയ്തു. റിസൾട്ടായി 7404 കിലോമീറ്റർ എന്ന് വന്നപ്പോൾ മൊബൈൽ സ്ക്രീനിൽ ആനന്ദിയുടെ നേർക്ക് അവൾ തിരിച്ചു പിടിച്ചു. അപ്പോഴേക്കും വെട്രിയും ഡയറി വായന കഴിഞ്ഞ് അവൾക്കരികിലേക്ക് വന്നെത്തിയിരുന്നു. അവൻ്റെ മുഖത്തും പലതരം സംശയങ്ങളുടെ ഭാവമായിരുന്നു. നീ ഇത് കണ്ടോ? 7404 കിലോമീറ്റർ. കന്യാകുമാരിയിൽ നിന്നും ജമ്മു കാശ്മീർ വരെ പോവാൻ 3000 ചില്ലുവാന കിലോമീറ്റർ മാത്രം. ഇതിപ്പോൾ ഇന്ത്യയുടെ ഇരട്ടി വലിപ്പത്തേക്കാൾ ദൂരമുണ്ട്. അതും കോസ്റ്റ് ഗാർഡിൻ്റെ കണ്ണ് വെട്ടിച്ച് ആരോ വിടുന്ന ഏതോ ബോട്ടിൽ. അഥവാ ഇങ്ങനെയൊരു ബോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ ആഴക്കടലിൽ ഇത്രയും ദൂരം താണ്ടി അതെങ്ങനെ ഓസ്ട്രേലിയ വരെ ചെല്ലുമെന്ന് നീ പറ? രേഷ്മ രോഷത്തോടെ ചോദിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്കെല്ലാവർക്കും വിട.